വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. ഞാൻ പിന്നെയും വന്ന് നിങ്ങൾ പ്രതീക്ഷയാണ് ഇന്ന് വ്ലോഗ് കാണത്തില്ലെന്ന്, പക്ഷെ കാണും. മെരി ക്രിസ്മസ് ബോയ്സ് 25th of December. അപ്പം എന്നാലും ഞാൻ വൈൻ വെച്ച് തുടങ്ങട്ടെ. വൈൻ അച്ഛൻ കൊണ്ടുവന്നയാ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിയാക്ഷൻ പോലും ഇല്ല. എന്നാലും വേറൊരു കാര്യം വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് ഈ ഭാഗത്ത് നിന്ന്. എപ്പോഴും ഒരു മതിലുണ്ട് റിഫ്ലക്ഷൻ അടിക്കുക, ആ മതിൽ. അതല്ലാതെ ഈ വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ട്. നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോവുകയാണ്. എങ്ങോട്ട് പോകുന്നത് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എവിടെയെങ്കിലും പോകും. അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻ. ഈ വെറും വയറ്റി വൈൻ കുടിക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ മുഖം ചെറുതായിട്ട് വണ്ണം വെച്ച് കണക്ക് തോന്നുന്നുണ്ടായിരിക്കും. അത് ഈ താടി വന്നുകൊണ്ടാണ്. അത് വിട്ടിയാൽ റെഡിയാവും. അല്ലെ ചിലപ്പോൾ ജിമ്മിൽ പോകാത്തതായിരിക്കും. ജിമ്മിൽ പോകണം, അത് സെറ്റ് ആക്കണം. ഇപ്പോൾ ഒടുക്കത്തെ വർക്കാണ് എന്ന് വെച്ചാൽ ഒടുക്കത്തെ ഫൈനാൻഷ്യലി ടൈറ്റാണ് ഞാൻ. എന്ന് വെച്ചാൽ വീഡിയോ ഇടുന്നില്ല. അതുകൊണ്ട് വീഡിയോ നമ്മൾ ഇടും, അതിൻ്റെ കൂടെ നമ്മൾ ജിമ്മിനും പോകും. ഞാൻ ഒടുക്കത്തെ ഗ്രീഡി ആളാണ്. ഞാൻ എല്ലാവരും ഒരുമിച്ച് ചെയ്യും എന്ത് പറഞ്ഞാലും. അല്ലാതെ അത് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ഡയലോഗ് ഞാൻ വല്ലപ്പോഴും പറയുമെന്ന് പറഞ്ഞാൽ പോലും എല്ലാം ചെയ്യും. ഇപ്പം എന്തായാലും ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്ന് പറയും സിമ്പിളായിട്ടുള്ള ആഹാരമാണ്, ചട്നിയും പിന്നെ ഗ്ലോബിക്കും. ഞാനും ചില സമയത്ത് സിംപ്ലിസിറ്റിയാണ് പ്രിഫർ ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ അടുക്കും, പക്ഷെ കൊള്ളാം. അമ്മയച്ഛനും ഇപ്പോൾ ഇറങ്ങി വരും. അപ്പോൾ ഈ വണ്ടി ഒന്ന് എടുത്ത് മുമ്പിലോട്ട് ഇടുവാണ്. അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അയ്യോ എന്ത് ചൂടിനകത്ത് അവിടെ ഇട്ടേക്കാൻ. വീട്ടിൻ്റെ സൈഡിൽ വെക്കാൻ പോയതാണ്. അപ്പോൾ തന്നെ അച്ഛൻ ഗേറ്റ് തുറന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി റോഡിൻ്റെ പുറകിലായിട്ട്, അല്ല റോഡിൻ്റെ സൈഡിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും അച്ഛനൊക്കെ വരട്ടെ, പോവാം നമുക്ക്. അച്ഛൻ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ട് വേണമെങ്കിലും പോകാം. എങ്ങോട്ട് വെള്ളം പോകാൻ? പുതിയ ഡ്രസ്സാണൊക്കെയാണല്ലോ. പുതിയ ഡ്രസ്സ് തന്നെ നിങ്ങൾ മേടിച്ചു വന്ന് ഞാൻ ഇട്ടിരുന്നു. അല്ല ചുമ്മാ വെച്ച് പൂപ്പലെടുപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എവിടെ പോകണ്ട? എവിടെ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോകാന്ന് ട്രിവാൻഡ്രത്ത്. പക്ഷേ ട്രിവാൻഡ്രം 4 മണിക്കൂർ. 4 മണിക്കൂറിന് കാരണം വേണ്ട, ബസ്സിന് 3.5 മണിക്കൂർ മതി. അന്നും പറഞ്ഞു ട്രിവാൻഡ്രം വരെ പോകുന്നതൊക്കെ കുറച്ച് ജാസ്തിയല്ലേ? ജാസ്തിയൊന്നും ഇല്ല. അത് 250 കിലോമീറ്റർ ഉണ്ട്. 250 ഒന്നും ഇല്ല. പിന്നെ 160 ഉണ്ടല്ലോ. JMB ഇല്ല ഗൈസ്, അവൻ എവിടെയോ പോയിരിക്കുകയാണ്. രാവിലെ തൊട്ട് അവൻ വന്നിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് അവൻ എടുക്കുന്നുമില്ല. അപ്പൊ നമ്മൾ ഈ ട്രിപ്പ് ഞാനും അച്ഛനും അമ്മയും മാത്രമേ കാണത്തുള്ളൂ. അമ്മ പെട്ടെന്ന് വാമേ. അമ്മോ 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 അമ്മ അമ്മോ കൈകാൽ വയ്യാത്തവനാണേ. അമ്മ ഇപ്പൊ ഇറങ്ങ്, നമുക്ക് പോവാം. കുറച്ചേറെ പോവാനുണ്ട്. എവിടെ പോകുന്നറിയാം? അമ്മ ചെരുപ്പ് അതേ ഇടാൻ പറ്റത്തില്ല, എന്റെ കാലിന് വയ്യ. എന്ത് ഷൂട്ടിന് നടക്കാനൊന്നും ഇല്ല. ഇപ്പൊ നടാ. എവിടെ പോകുന്ന? തിരുവനന്തപുരം. അമ്മ ഈ ഗെറ്റപ്പ് ഒക്കെ 4 മണിക്കൂർ എടുക്കും തിരുവനന്തപുരം, അറിയാം? വേണ്ട ഇപ്പൊ വേണ്ട 4 മണിക്കൂർ എന്ന് പറഞ്ഞപ്പോ കൊച്ചി പോവാ. കമ്മല എവിടുന്ന്? വേണ്ട, അച്ഛൻ വരാൻ പറ. ആണാ? അന്നും പറഞ്ഞ് ഭീമയുടെ മേടിക്കണ്ട. എന്നാ ചൂടായിരിക്കും. പിന്നെ വണ്ടി അവിടെ കിടക്കുമല്ലോ, അല്ലെ പിന്നെ നല്ല കൂടിയ വണ്ടിയാണ്. നേരത്തെ തന്നെ തണുപ്പിച്ച് വെക്കും. പെട്ടെന്ന് ബെൽറ്റൊക്കെ ഇട്, പോണം. പ്രാവശ്യം നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. അക്ഷയയിലെ വഴി വെച്ച് അക്ഷയ പോവാണ്. ഇത് തിരുവനന്തപുരം പോകുന്നു പറഞ്ഞിരുന്ന 120 കിലോമീറ്റർ കൂടി ഉള്ളായിരുന്നു കേട്ടോ. ഒറ്റയടിക്ക് അമ്മ അച്ഛനും കൂടി പ്ലാൻ മാറ്റി. ഇനി എന്താണ് കുടുംബക്കാരുടെ എല്ലാം വീട്ടിൽ പോകുന്ന പ്ലാനായി. ഒറ്റയടിക്ക് ഇപ്പൊ ഡ്രൈവറായി. ഞാൻ വല്ല കറങ്ങാൻ പോവായിരുന്നേ. ചിരിക്കുന്നുണ്ടാ? രാവിലെ ഇറങ്ങിയ തിരുവനന്തപുരം ഉള്ള ഫാമിലിക്കാരൊക്കെ പോയേനെ. തിരുവനന്തപുരം ഫാമിലിക്കാരൊക്കെ പോയാനെ. ഇപ്പൊ പിന്നെ അമ്മയൊക്കെ സാധനം മേടിക്കാൻ പോവല്ലേ ഒരാളുടെ വീട്ടിൽ പോകാൻ വേണ്ടി. അനിവാര്യമാണ്. കണ്ടാ ഇപ്പൊ ഞാൻ വെറുതെ ഇപ്പം ദീർഘയാത്രക്ക് പോയത് കഴിഞ്ഞിട്ട് ഇതായിട്ട് ദീർഘയാത്രയാക്കാം നമുക്ക്. തെങ്കാശിയാ ട്രിവാൻഡ്രത്ത് പോയിട്ട് അമ്മ അവിടെ പോയിട്ട് ഇരിക്കല്ലേ. അതാ അത് വണ്ടിയുടെ താക്കോല ഈ കാറിന്റെ. അച്ഛൻ വെയിറ്റ് ചെയ്യുന്നവിടെ. എന്തുവാണ് വഴക്കാണ? നിനക്കൊരു കേക്ക് മേടിക്കാനായിട്ടൊന്നും നിന്നെ വിളിച്ച് ചോദിക്കാനായിട്ട് ഒരുങ്ങുവാ. അച്ഛന് ധൃതിയല്ലേ അവിടെ. ബാറിന്റെ വീട് അടുത്താണെന്ന് തോന്നുന്നു. ഞാനിതൊന്നും കുടിക്കാറില്ല. ഇപ്പം കുടിക്കുള്ളത് കുടി.
അമ്മ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് പറയണമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇതാണ് അവരുടെ വീട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. അപ്പം അച്ഛൻ അവിടെ വെച്ച് അച്ഛൻ അതിൻ്റെ ഇടക്ക് വെച്ച് വേറൊരു കൂട്ടുകാരനെ കണ്ട് ആ കൂട്ടുകാരൻ്റെ കൂടെ അങ്ങോട്ട് പോയി അവരുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വരാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് വഴി അറിയത്തില്ല, അവർ ഒറ്റടിക്ക് പോയി. നീ എന്ത് വാട്ടേ ഫാമിലി ഇങ്ങോട്ട് നമുക്ക് പോകാം കേട്ടാ. ഞാൻ അവിടെ പോയ ഫ്രണ്ട്സിന്റെ അവിടുത്തെ ഞാൻ വീഡിയോ എടുത്തില്ല. എല്ലാവർക്കും യൂട്യൂബ് വരാൻ താല്പര്യം കാണുക. ഞാൻ ചോദിച്ചില്ല, വേറെ കാര്യം. എന്നാലും അച്ഛനെ തപ്പട്ടെ. അച്ഛൻ പോയിട്ട് അച്ഛനാണെ മാപ്പൊന്നും നോക്കാനും അറിയത്തില്ല. അച്ഛൻ അങ്ങനെ ഈ ലൊക്കേഷനിൽ വരും. ഞങ്ങൾ എവിടെ അച്ഛൻ അറിയത്തില്ല, അച്ഛനോടെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങളെ കളഞ്ഞേക്കാം. അത് നിങ്ങൾ പോട്ടാ, നിങ്ങളെ കളഞ്ഞ. നീ ഇതൊന്നും തുറന്നേ, ക്ലാസ് ഒന്ന് തുറന്നേ. അപ്പൊ അയ്യനോട് ഞാൻ ചോദിക്കട്ടെ അമ്പലം എവിടെയാണെന്ന്. ഹലോ, അച്ഛനെ കൈ കിട്ടിയിരിക്കുകയാണ്. അച്ഛനെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. റെസ്ക്യൂ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അച്ഛൻ വഴിയിൽ എവിടെ പോയതാ കാണാതെ. നമ്മള് അച്ഛനെ കണ്ടുപിടിച്ചു. ഇനി എന്തായാലും ഇവിടുന്ന് 4 മണിക്കൂറൊക്കെ ട്രിപ്പ് പ്രതീക്ഷയാണ്. ഞാൻ 4 മണിക്കൂറില്ല, 1 മണിക്കൂറില്ല ആലപ്പുഴയ്ക്ക്. ആലപ്പുഴ വിട്ടുപോലും പോയിട്ടില്ല. ആലപ്പുഴ ബോർഡറിലോട്ട് വന്നിരിക്കുക സത്യം പറഞ്ഞ. അപ്പൊ എന്തായാലും നമുക്ക് ആലപ്പുഴ പോകാല്ലേ? അമ്മല്ലാം പറയുന്നുണ്ടോ അച്ഛൻ വേറെ വണ്ടി കയറി പോയാലോ? അച്ഛൻ വേറെ വണ്ടിയായിരിക്കുവന്ന്, നമ്മുടെ വണ്ടി ആയിരിക്കണമെന്നില്ല. വേറെ വണ്ടി അച്ഛൻ സേഫാണ്. സമയത്ത് ആളില്ല പോകാൻ. നോക്കുക നമ്മൾ എവിടെ വന്നിരിക്കുന്ന KFC. എനിക്ക് വലിയൊന്നും ഇല്ല. പിന്നെ ഇന്ന് വെനസ്ഡേ അല്ലേ, അപ്പൊ ഞാൻ പോകുന്ന വഴി ഞാൻ വിചാരിച്ച് എന്തായാലും കഴിച്ചേക്കാന്ന്. വെനസ്ഡേ ആകുമ്പോ ഇവർക്ക് വില കുറവാണ് അല്ലേ അമ്മ? വില കുറവായതുകൊണ്ടോ? ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, വില കുറവായിരിക്കും. അതുകൊണ്ട് കുറച്ചല്ല, കുറച്ചേറെ 200-300 രൂപ കുറവായിരിക്കും. ഇവിടെ വെനസ്ഡേ ആയതുകൊണ്ടാണ് ഒടുക്കുന്ന തിരക്ക്. 1 മണിക്കൂറൊക്കെ എടുക്കുന്നു സാധനം കിട്ടാൻ. അപ്പൊ അടുത്ത് റിലയൻസ് മോൾ അവിടെ നമ്മൾ കയറണമെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് വരാം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്രീഷിയേറ്റ് ചെയ്യാൻ ഞാൻ മാത്രം ഒറ്റയ്ക്ക് മതി. മോനെ ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തെങ്കിലൊക്കെ എത്തിക്കും. എങ്ങോട്ട് പോകാനാ? മേലെ ട്രെൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ. തുണി എന്തിനു മേടിക്കുന്നു? ഇന്നലെ മേടിച്ചില്ലേ? അപ്പൊ തുണിയൊന്നും മേടിച്ചില്ല. അച്ഛനാണ് അവിടെ കൃതിയിലാണ്. വാ വാ വാ. അമ്മയുടെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. സാധനം കിട്ടിയില്ലേ? എല്ലാ ഓഫർ കിട്ടുകൊണ്ട് വേണ്ടേ അമ്മയ്ക്ക്? ഓഫർ ഇല്ലാത്ത തന്നെ വേണം. ഓഫറിലായതുകൊണ്ട് മേടിക്കുന്നതിൽ കൊള്ളാത്തതാണ്. ഓഫറിലായത് അമ്മയ്ക്ക് താല്പര്യമില്ല. ഇവിടെ മിക്കതും ഓഫറിന് സാധനമാക്കിയത് കൊണ്ട് അമ്മയ്ക്ക് ഡ്രസ് ഇഷ്ടപ്പെട്ടു. എല്ലാ ഓഫറിനെന്ന് വെച്ചാൽ കുറച്ചുകൂടി പുതിയ കളക്ഷൻ ഇല്ലെന്ന്. വേണ്ട പോപ്കോൺ ടാക്സ് കൂട്ടിയല്ലേ കേട്ടോ. ഇപ്പൊ നമ്മള് തുണി മേടിച്ചില്ല, നല്ല സ്റ്റേഷനറി മേടിക്കാൻ വിചാരിച്ചു. അങ്ങനെ കയറി വന്നപ്പോഴാണ് അച്ഛൻ ആ കട്ടിംഗ് പ്ലെയർ ഒക്കെ എടുത്ത് ബാസ്കറ്റിൽ ഇടുന്നു. എന്തിനാ അറിയത്തില്ല. ഇത് മേടിക്കാം നമുക്ക്. വെള്ളം കുടിക്കാം, നല്ലല്ലേ? വെള്ളം കുടിക്കാം. അതിനെക്കാട്ടി വലുതാണ് അത്. ഇത് അതിനെക്കാട്ടിലും വലുത്. എന്തെങ്കിലും താഴെ വീട് പൊട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് ഇതെടുക്കുമ്പോ ഞാൻ പറയുന്നില്ലേ, മിക്സി ഉണ്ട് എന്നാലും കനവാണ്. നിങ്ങൾക്ക് എന്താ പറയുന്നത്? കിലോ കണക്കിന് കന. ആരെടുക്കും, ആര് കഴിവും? അച്ഛൻ എന്ത് പറയുന്നത്? ഇത് വീട്ടിൽ വരണം കാണണോന്നാ? കണ്ട എന്ത് തലക്കിടിച്ചു കൊല്ലാരെ? എന്താ യൂസ്? വെച്ചോ. എന്തിനാ അവിടെ വെച്ചത്? ഇതിപ്പോ 4ാമത്തെ പ്രാവശ്യം വരാത്തത് ഞാൻ നോക്കുവാ. എന്തായാലും മേടിച്ചേക്കാം, വീട്ടിൽ ഇരിക്കട്ടെ. എല്ലാത്തിനും വെയിറ്റ് ഇരിക്കട്ടെ. ആരും കുടിക്കത്തില്ല, വീട്ടിൽ വെക്കുക. അതാ അത് 200 രൂപ. ഇതും കൊള്ളായിരുന്നു അറിയാം. പർച്ചേസ് ഒക്കെ ആയിട്ടുണ്ട്. തന്നെ KFC ചിക്കൻ എൻ്റെ തന്നെ തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ആ കട അടച്ചോ, പോയി നോക്കണേ. ഇപ്രാവശ്യം സാധനം കൊണ്ടുവരാനായിട്ട് കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം സ്കൂട്ടിയുടെ പോക്കത്ത് കെട്ടിപ്പോൾ പോകേണ്ടി വന്നു. ഇപ്രാവശ്യം സ്കൂട്ടി വെക്കണ്ടല്ലോ അമ്മ. അല്ലെങ്കിൽ അമ്മ എന്നെ കൊണ്ട് സ്കൂട്ടി വെപ്പിക്കുന്നതല്ലേ? അയ്യോ കഷ്ടപ്പാട്. എന്തായാലും കഴിച്ച് ഞാൻ ചിക്കൻ പോയി മേടിക്കട്ടെ. പോവാൻ പോവാം. പിന്നെ വന്നു കേട്ടാ. അങ്ങനെ ഫൈനലി ഫുഡ് ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അവർക്ക് വിശപ്പുള്ളത് എന്തായാലും മതി. എനിക്ക് മാത്രം തോന്നുകയാണെന്ന് അറിയില്ല. എപ്പോഴൊക്കെ ഓഫർ ഉണ്ട് വെനസ്ഡേ, അന്ന് ഇവരുടെ ചിക്കൻ കൊടുക്കാൻ സോഗിയാണ്.
മയത്തിരിക്കും. വീട്ടിൽ പോവാം. ആ വീട്ടിൽ പോകുമ്പോ ഇടയ്ക്ക് നിർത്തി ഒരു കുപ്പി വെള്ളം മേടിച്ചോണ്ട്. കുപ്പി വെള്ളമോ? പെട്ടെന്ന് വരൂ അമ്മ, പെട്ടെന്ന് വരൂ. ബാഗ് അച്ഛന്റെ കയ്യില്. വെള്ളം വാങ്ങാൻ അമ്മ, കയറി ഇരി. നീ അച്ഛനമ്മ വഴക്കിടാതെ വെള്ളത്തിന് വേണ്ടി. ആ വഴക്ക് ഇപ്പൊ കുറച്ച് മാറി അപ്പൊ തന്നെ ഇടും. അതുകൊണ്ടാ പറഞ്ഞു. JMB ഇല്ല, അർജുനൻ ഡീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു വിലയിലുണ്ട്. അർജുനമ്പിക്ക് പിന്നെ വെറുതെ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി വെച്ചും ടൂർ പോയതല്ലേ അർജുനമ്പി ആണ്. ചിലപ്പോ ഇനിയും പോവും. എനിക്ക് മൂഡ് വരുന്നു. വീട്ടിലെത്തി ബോയ്സ് ആൻഡ് ഗേൾസാ. JMB വന്നിട്ടില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. വണ്ടി എന്തായാലും ഈ മൂലയ്ക്ക് ഇരിക്കട്ടെ. അപ്പൊ പെട്ടെന്ന് ഇറക്കുകയും കയറ്റുകയും ചെയ്യാം. കംപ്ലൈന്റ് ഒന്നും ഇനിയില്ല അമ്മേ. കറക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ. എവിടെ കറക്കാൻ? വണ്ടി ഇട്ട് കറക്കിയിട്ടുണ്ട് ഞാൻ. എനിക്ക് അതും പോരെന്ന് പറയുവാണ്. ആ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഞാൻ ആ കടയിൽ നിന്ന് പൊട്ടിച്ചപ്പോ അമ്മ ഇരുന്ന് തിന്നുന്ന. ഓ അമ്മ ആഹാരം കഴിച്ചിട്ടില്ല. 2 ചിക്കനേ കഴിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ഈ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ ആഹാരം കഴിച്ചു. നമ്മൾ വെള്ളം കുടിക്കും. ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനെന്തായാലും കിടന്നുറങ്ങട്ടെ. JMB ഒന്നും വന്നിട്ടില്ല. എനിക്ക് വയ്യ. എനിക്ക് ഇന്നലെ രാത്രി ഞാൻ നേരെ കിടന്നിട്ട് പോലും ഇല്ല. I just want to get some sleep boys. I hope you guys are wonderful and wonderful life and I'll see you guys next time. Till then, take care. Peace.